നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയെ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ, വഴിപാട്, യാഗം മാത്രമല്ല ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്താൻ വെച്ചാല് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇത് വന്നിട്ട് പഞ്ചമിതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെയാണ് പഞ്ചമി തീയതി വരുന്നത്. 2026 ആണ്ട് ഫെബ്രുവരി മാസം 21 തീയതി ശനിയാഴ്ചയാണ് പഞ്ചമി തീയതി വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച 20 തീയതി രാത്രി 9 മണി വരെ പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേര് എടുക്കാൻ ഒക്കത്തില്ല. ഡീറ്റെയിൽസ് അയക്കാനുള്ളവര് ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പേരും, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ എഴുതി അയച്ചോളുക. എന്താ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ഭയങ്കര പവർഫുൾ ആയത്. നിങ്ങള് നാളെ പഞ്ചമിക്ക് ഇത് തീർച്ചയായിട്ടും ചെയ്യുക. ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു പൊരുൾ എന്താ വെച്ചാല് വരാഹിയമ്മനോടെ ശിലയാണ്. അപ്പോ ചോദിക്കും, ശില ഇല്ലാത്തവരെന്താ ചെയ്യുകയെന്ന്. അതിനും ഞാനൊരു പ്രൊസീജിയർ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ വരാഹിയമ്മനോടെ ശില വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ ഭയങ്കരമായിട്ട് നിങ്ങൾ ലക്കി ആവുന്നതാണ്. വേറൊന്ന്, അമ്മനോട് ശില വീട്ടിലുള്ളവരും ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതിൻ്റെതായ രീതിക്ക് അമ്മയെ അഭിഷേകം ചെയ്തും പൂജ ചെയ്തും പരിപാലിച്ചു പോകാൻ പറ്റുന്നവർ മാത്രമേ ശില വാങ്ങി വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. നോക്കൂ, നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഈ പതിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടെ തരണേ. അതായത് നിറയെ അഭിഷേകങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിറയെ പ്രൊസീജിയേഴ്സ് വന്നിട്ട് നിങ്ങൾ പഞ്ചമിയില് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നവരായിരിക്കും. അങ്ങനെ എല്ലാം ചെയ്തിട്ട് വന്നിട്ടിരിക്കുന്നവർക്ക് ഈ ഒരു പഞ്ചമി ഒത്തേ നിങ്ങൾക്ക് കൈ കൊടുത്തിരിക്കും തീർച്ചയായിട്ടും. പഞ്ചമി തിഥിയിൽ വന്നിട്ട് ഇത് ഒരു ചില പ്രൊസീജിയറോടെ ചെയ്യുമ്പോൾ നമുക്ക് വെട്രി എന്നത് നമ്മുടെ കൈക്കുള്ളിൽ കൊണ്ടുതരും. എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, വരാഹി അമ്മനിക്ക് നിങ്ങൾ അഭിഷേകം ചെയ്യുമ്പോൾ മഞ്ഞൾ വെച്ചിട്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നത്, മഞ്ഞള് തുണിയില് മഞ്ഞ കളർ തുണിയിൽ അമ്മയെ ഇരുത്തുന്നത്, ഇതെല്ലാം വന്നിട്ട് ഭയങ്കര സിറപ്പായ കാര്യങ്ങള്. ഇത് വന്ന് നമുക്ക് വിജയത്തെ കൊണ്ടുതരും. ഗുരു ഭഗവാനുക്ക് മഞ്ഞൾ എന്നത് ഏറ്റവും പ്രിയപ്പെട്ടത് ആയതിനാലെ നമുക്ക് ഇന്നും ഒരുപാട് വിജയത്തെ നമ്മുടെ കൈകളിൽ കൊണ്ടെത്തിക്കും. പെർട്ടിക്കുലർ ആയിട്ട് മഞ്ഞൾ ഉപയോഗിച്ച് നമ്മൾ വരാഹിയമ്മനിക്ക് ഒരു വഴിപാടോ അഭിഷേകമോ ചെയ്യുമ്പോൾ അത് ഈ വളർപ്പുറ പഞ്ചമിക്ക് ചെയ്യുമ്പോൾ അത് വന്നിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ നടത്തിത്തരും. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ശിലയുള്ളവര് ഇതുപോലെ ചെയ്തോളുക, അല്ലാത്തവര് മഞ്ഞൾ കൊണ്ട് അമ്മനെ പിടിച്ച് വെച്ചിട്ട് ചെയ്തോളുക. ശരിയാ? ഇത് വന്നിട്ട് എന്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നത്. ഈ അഭിഷേകങ്ങളിലെ വന്നിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള അഭിഷേകമുറ ഇരിക്കുന്നുണ്ടെന്ന് ഗുരുജി പറഞ്ഞു തന്നു. അഭിഷേകങ്ങളിലെ വന്നിട്ട് വിജയത്തെ കൊടുക്കുന്ന അഭിഷേകം ഇരിപ്പുണ്ട്. ഇത് ചെയ്താലേ നിങ്ങൾക്ക് വിജയം കൈക്കുള്ളിൽ എന്നാണ് അർത്ഥം. അത് നിങ്ങൾക്കേ മനസ്സിൽ നിരൂപിക്കപ്പെടാൻ പറ്റും. അത്രയ്ക്കും പവർഫുൾ ആയിട്ട് വന്നിട്ട് അത് വർക്ക് ചെയ്യും. സോ ആ അഭിഷേകം നിങ്ങൾ പഞ്ചമി തിഥിയില്, വളർപ്പുറ പഞ്ചമി തിഥിയില് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിൽ കരുതുക? സാധാരണയായിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് ശുദ്ധജലത്തിൽ കലക്കി അമ്മനെ കുളിപ്പിച്ചെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ അത് അങ്ങനെയല്ല. മഞ്ഞൾ അഭിഷേകം ചെയ്യുന്നതിലെ ഒരു ട്രിക്ക് ഇരിപ്പുണ്ട്. ശരിയാ? അത് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം തന്നെ ലഭിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന പൊരുളുകൾ നിങ്ങൾ ഫസ്റ്റില് എടുത്തു വെച്ചുക്കോങ്ക. എന്താ വെച്ചാല്, കാച്ചാത്ത പശുവിൻ പാല്, അത് വന്നിട്ട് പശുവിൻ പാല് കിട്ടുന്നവർ അത് വാങ്ങിച്ചോളൂ. എനിക്കത് കിട്ടിയില്ല, അതിനാല ഞാൻ കവർ പാലാണ് വാങ്ങിയത്. ഏതാണെങ്കിലും പരവായില്ല, ഒന്നും പ്രശ്നമില്ല. മാക്സിമം നിങ്ങൾ പശുവിൻ പാല് തന്നെ എടുക്കാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം കവർ പാൽ എടുത്തോളുക. ദെൻ വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി എടുത്തോളുക. ദെൻ ഈ നമ്മൾ പശുവും പാലും എടുത്തു വെച്ചുല്ലോ, അല്ലെങ്കിൽ കവറുപാല്, ഇതിൽ കവറുപാലാണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇനി വേണ്ടിയ പൊരുൾ എന്താ വെച്ചാല് നെയ്യാണ്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചോളുക.
കട്ടിയായിരുന്നാലും ശരി, നല്ല ലിക്വിഡായിരുന്നാലും ശരി, നെയ്യ് നിങ്ങൾ ഈ പാലിലേക്ക് ഒഴിച്ചോളുക. ദെൻ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മതി ഇട്ടോളുക. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇരിക്കുന്ന ഈ അഭിഷേകത്തെ, ഈ പാലഭിഷേകത്തെ കൊണ്ട് നിങ്ങൾ അമ്മനോടെ ശിലയിൽ വരാഹി അമ്മനെ കുളിപ്പിക്കുക. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കൊള്ളുക. പെർട്ടിക്കുലർ ആയിട്ട് വരാഹി അമ്മനക്ക് ആര് ഈ അഭിഷേകം ചെയ്യുന്നുവോ അവർക്ക് വിജയം എന്നത് തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായും അത് നടത്തി കാണിക്കും എന്നതാണ് ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള സവിശേഷത. ശരിയാ? നിങ്ങൾ എന്ത് കരുതി ഇത് ചോദിക്കുന്നുവോ, ഇത് ചെയ്ത അമ്മയോട് എന്ത് ചോദിക്കുന്നുവോ അത് തീർച്ചയായിട്ടും അമ്മ നിങ്ങൾക്ക് നടത്തി കാണിക്കും. ഈ അഭിഷേകം നമുക്ക് എല്ലാ ദൈവത്തിനും ചെയ്യാവുന്നതാണ്. കാരണം ഇത് വിജയത്തെ കൊടുക്കുന്നതിനാല് എല്ലാ ദൈവത്തിനും ഇത് ചെയ്യാം. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു മന്ത്രവും കൂടെ ചൊല്ലണം. ആ മന്ത്രം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ചോളുക. നോക്കൂ. വരാഹമുഖി വർഷയ വർഷയ, വരാഹമുഖി വർഷയ വർഷയ, വരാഹമുഖി വർഷയ വർഷയ. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒരു ട്രിക്കാണ്. ഇത് വന്നിട്ട് വേറൊരു ട്രിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ശിലയില്ലാത്തവരുണ്ടല്ലോ, വരാഹി അമ്മനെ പിടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഈ മന്ത്രം നാൾ മുഴുക്ക ചൊല്ലിക്കൊള്ളുക. നിങ്ങൾക്ക് പറ്റുന്ന സമയം, ഈ പഞ്ചമി തിഥി ഇരിക്കുന്ന സമയം ഫുള്ളായിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. ശരിയാ? നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ എന്ത് കേൾക്കുന്നുവോ അത് നടത്തി കാണിക്കും. ഈ അമ്മനോട് ശിലയില്ലാത്തവർക്ക് ചെയ്യേണ്ടതാണിത്. അടുത്ത് ഒരു മെത്തേഡും കൂടെ പറയാം. അമ്മനോട് ശിലയില്ലാത്തവര് ഇത് വന്നിട്ട് ഈ വരാഹമുഖി വർഷയ വർഷയ എന്ന ഈ മന്ത്രം നിങ്ങൾ വിരളി മഞ്ഞളില് എഴുതിക്കൊള്ളുക. ശരിയാ? അതും ഇതിന്റെ സെയിം എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന അളവിൽ എഴുതിക്കൊള്ളുക. കൂടെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി ആ മഞ്ഞള് നിങ്ങൾ കെട്ടി മാലയാക്കി അമ്മനോട് ശിലയുള്ളവർ അതിലേക്ക് ഇട്ടോളുക. ഫോട്ടോ ഉള്ളവർ അതിലിടുക. ഇല്ല എങ്കിൽ നമ്മള് അമ്മനെ ഒരു മൺവിളക്കായിട്ട് അമ്മേനെ കരുതി അതിലേക്ക് വെച്ചോളുക. ശരിയാ? സൈഡിലായിട്ട്. വേറൊന്ന്, എഴുതുന്നവര് ഒറ്റപ്പടിയിലേ എഴുതാൻ പാടുള്ളൂ. അതായത് ഓഡ് നമ്പേഴ്സിൽ 5, 7, 9, 11 എഴുതണ്ട, 13 അങ്ങനെ. ഇതും നമ്മൾ ചോദിക്കുന്ന വിഷയം നടത്തി കാണിക്കുന്നതിനുള്ള ഒരു പോസിറ്റീവായ വിഷയം. ഇതെല്ലാം നിങ്ങൾ ഈ പഞ്ചമിയിൽ തന്നെ ചെയ്യുക. ഇനി മഞ്ഞളിൽ എഴുതാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവര് നിങ്ങൾ പേപ്പറിൽ എഴുതിക്കൊള്ളുക. ഇപ്പൊ ശ്രീരാമജയൊക്കെ പേപ്പറിൽ എഴുതി നമ്മൾ കെട്ടി മാല കെട്ടി ഇടുന്നില്ലേ, അതുപോലെ ഒരു ചെറിയ പേപ്പർ എടുത്ത് എഴുതി അത് മാല കെട്ടി ഇട്ടോളുക. പക്ഷെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് മഞ്ഞളിൽ ചെയ്യുന്നതാണ്. അതിനാണ് വെற்றி അടയുന്നത്. ശരിയാ? ഒരു ചില നേരത്തില് ഒരു ചില പൊരുൾ വച്ച് നമ്മൾ അഭിഷേകവും അതുപോലെ തന്നെ അമ്മനക്ക് പൂജയും വഴിപാടും മാലയും ഒക്കെ ചാർത്തുമ്പോൾ അത് ഏത് തരത്തിൽ എഫക്റ്റീവ് ആവും എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മുടെ പഞ്ചമി തിഥിയിൽ ചെയ്യുമ്പോൾ ഇരട്ടിക്ക് നിങ്ങൾക്ക് ബലം കിട്ടും. ദെൻ നിങ്ങൾ അമ്മനെ അലങ്കരിച്ച് ദീപം വെച്ചോളുക. ഈ പറഞ്ഞ മന്ത്രവാർത്ത എന്നത് വരാഹമുഖി വർഷയ വർഷയ, അമ്മനോടെ നാമത്തെ പൊരുത്തത് അമ്മ ഇരട്ടിക്ക് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ടേയിരിക്കും. അഭിഷേകം ചെയ്തോളുക, ദീപം വെച്ചോളുക, ഈ നാമം ചൊല്ലിക്കോളുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താല് കമ്പൾസറി നിങ്ങൾക്ക് വിജയം എന്നത് അത് നിങ്ങളുടെ അരികിൽ തന്നെ ഇപ്പോഴേ ഉണ്ട്. നിങ്ങൾ ഇതും കൂടെ ചെയ്യുമ്പോൾ അമ്മ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും തരും. ഇത് എന്റെ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെற்றிയടഞ്ഞതാണ്. അതിനാല് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ചു പേർക്ക് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളൂ. അവർക്കും ഇത് പൂർണ്ണമായിട്ടും സക്സസ് ആയത്. സോ നിങ്ങളിത് വിട്ടുകളയരുത്. പഞ്ചമി തിഥി തീരുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്താൽ മതി. ശരിയാ? അപ്പോ വരാഹിയമ്മനോട് ശിലയുള്ളവര് അഭിഷേകം നടത്തി ചെയ്തോളുക. അതല്ലാച്ച ശിലയില്ലാത്തവര് അമ്മനെ മഞ്ഞൾ രൂപത്തിൽ പിടിച്ചു വെച്ചിട്ട് ഈ മാതിരി ഞാൻ പറഞ്ഞു തന്നില്ലേ, മന്ത്രവും ചൊല്ലി ദീപവും വെച്ചോളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.